ഇനി നമ്മൾ അടുത്ത കുറച്ച് ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 1940 നടന്ന ഓഗസ്റ്റ് ഓഫറിനെ പറ്റിയാണ്. ഒരു ഓഫർ തന്നെയാണ് ഈ ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ എന്തോ ഒരു ഓഫർ നമുക്ക് തന്നു. ആ ഓഫറിന്റെ പേരാണ് ഓഗസ്റ്റ് ഓഫർ. അപ്പൊ ഈ ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയ് ആണ് ലിൻലിത് ഗോ പ്രഭു. ലിൻലിത് ഗോ പ്രഭു ആണ് ഓഗസ്റ്റ് ഓഫർ 1940 പ്രഖ്യാപിച്ചത്. 1940 തന്നൊരു ഓഫറാണ് ഓഗസ്റ്റ് ഓഫർ. ഓഗസ്റ്റ് മാസം തന്ന ഓഫർ ആയതുകൊണ്ട് ഓഗസ്റ്റ് ഓഫർ. അപ്പൊ ലിൻലിത് ഗോ പ്രഭു ആണ് ഈ പറഞ്ഞ ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത്. 1940 ഓഗസ്റ്റ് 8 ഒരു ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത്. അപ്പം ഇപ്പൊ ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞു, സെക്കൻഡ് വേൾഡ് വാർ ഒക്കെ നടക്കാൻ പോണ ആ ഒരു സമയമാണ്. അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ സെക്കൻഡ് വേൾഡ് വാറില് ഈ പറഞ്ഞ ഇന്ത്യയുടെ ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം, സപ്പോർട്ടിന് വേണ്ടിയിട്ട് തന്നൊരു ഓഫറാണ് ഈ ഓഗസ്റ്റ് ഓഫർ എന്ന് പറയണത്. രണ്ടാം ലോക മഹായുദ്ധ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയുടെ ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓഫറാണ് ഓഗസ്റ്റ് ഓഫർ. ഓക്കെ, അപ്പൊ മനസ്സിലായില്ലേ? 1940 ഈ പറഞ്ഞ ഓഗസ്റ്റ് ഓഫർ തന്നത് നമ്മുടെ ലിൻലിത് ഗോ പ്രഭു ആണ്. എന്താണ് ഉദ്ദേശം? സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് ഇന്ത്യയുടെ ആത്മാർത്ഥമായിട്ടുള്ള സഹായ സഹകരണങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഓഫർ കൊടുത്താലല്ലേ നമ്മൾ ഇന്ത്യക്കാരെ അതിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പൊ അതിനു വേണ്ടി കൊടുത്ത ഒരു ഓഫറാണ് ഓഗസ്റ്റ് ഓഫർ എന്ന് പറഞ്ഞ ഓഫർ. ഇനി അതുകൂടാണ്ട് വേറെയും കുറച്ച് ഓഫറുകൾ മുന്നോട്ട് വെച്ചു. ഇന്ത്യക്ക് ഒരു ഭരണഘടന നിർമ്മിക്കാനുള്ള നിർദ്ദേശം ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വെച്ചു. പിന്നെ ഇന്ത്യക്ക് പുത്രികാ രാജ്യ പദവി, ഞാൻ പറഞ്ഞില്ലേ ഒരു ഡൊമിനിയൻ സ്റ്റാറ്റസ് പദവി, അതായത് നിങ്ങൾക്ക് ഭരിക്കാനൊക്കെ പറ്റും, പക്ഷെ ആരുടെ കൺട്രോളിലാവും? ബ്രിട്ടീഷുകാരെ കൺട്രോൾ തന്നെയാവും, പക്ഷെ നിങ്ങൾക്ക് ഭരിക്കാം. ഓക്കെ, അങ്ങനെയുള്ള ഒരു എന്താ പറയാ, ഒരു ബഫൂൺ പോലെ ഭരിക്കാന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഉള്ള ഒരു ഭരണമാണ് ഈ പറഞ്ഞ പുത്രികാ രാജ്യ പദവി എന്നുകൊണ്ട് ഉദ്ദേശിക്കണത്. ഓക്കെ, ഭരണമൊക്കെ കിട്ടും, പക്ഷെ ആക്ച്വൽ കൺട്രോൾ ആരുടെ കയ്യിലാവും? ബ്രിട്ടീഷുകാരുടെ കയ്യിൽ തന്നെയാണ്. അപ്പൊ പിന്നെ അതേപോലെ തന്നെ പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു ഭരണഘടനാ നിർമ്മാണ സഭയും രൂപവൽക്കരിക്കുക, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ ഓഫർ കൊടുത്തു. പിന്നെ ഈ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വൈസ്രോയിമാരുടെ മന്ത്രിസഭ കൗൺസിലുള്ള ആ ഒരു ഇതിനെയാണ് എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്ന് പറയാ. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ ലിൻലിത് പ്രഭു ഒക്കെ ഉണ്ട്, അപ്പൊ അവര് ഭരിക്കുന്ന ആ ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ, അവിടെ ഇന്ത്യക്കാരെയും കൂടി ഉൾപ്പെടുത്താം. അത് 1909 ഉള്ള പരിഷ്കാരത്തിൽ കുറേശ്ശെ ആൾക്കാരെ വൈസ്രോയിൽ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ വിപുലീകരിക്കാൻ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഒക്കെ കിട്ടി. പക്ഷെ കോൺഗ്രസും മുസ്ലിം ലീഗും ഈ പറഞ്ഞ വാഗ്ദാനത്തെ എതിർക്കുകയാണ് ചെയ്തത്. അവർക്ക് ഈ പറഞ്ഞതൊന്നും അംഗീകരിക്കാൻ പറ്റിയില്ല പല കാരണങ്ങൾ കൊണ്ട്. അപ്പൊ അത് കാരണം ഈ ഓഗസ്റ്റ് ഓഫർ എതിർത്ത് അത് ചീറ്റിപ്പോയി സത്യത്തില്. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഓഗസ്റ്റ് ഓഫർ എന്ന് പറയാ. അതിൽ പഠിക്കേണ്ടത് ആരാണ്, ഏത് വൈസ്രോയി ആണ് ഈ ഓഗസ്റ്റ് ഓഫർ പ്രപ്പോസ് ചെയ്ത്? ലിൻലിത് ഗോ പ്രഭു 1940. പിന്നെ അതിൽ പറയണത് സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു സപ്പോർട്ട് വേണം, അതേപോലെ നമുക്ക് അതിന് പകരമായിട്ട് പുത്രികാ രാജ്യ പദവി തരാം, അതേപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയൊക്കെ പ്രാതിനിധ്യ സ്വഭാവമുള്ളത് അതൊക്കെ നിങ്ങൾക്ക് രൂപവൽക്കരിക്കാം, അങ്ങനെ പിന്നെ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ വിപുലീകരിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ ഓഫർ കൊടുത്തു. പക്ഷെ ഇന്ത്യക്കാരത് എതിർക്കുകയാണ് ചെയ്തത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയി മാം. ഓക്കെ, അടുത്തതാണ് വ്യക്തി സത്യാഗ്രഹം. ഈ പറഞ്ഞ ഓഗസ്റ്റ് വാഗ്ദാനത്തില്
ഗാന്ധിജിക്ക് ഇഷ്ടപ്പെട്ടില്ല ഓഗസ്റ്റ് ഓഫർ, ഈ ഓഫർ. നമ്മളപ്പോഴേക്കും സ്വയം ഭരണം, നമുക്ക് തന്നെ ഇവര് ബ്രിട്ടീഷുകാർ ഇറങ്ങി പോകുന്നുള്ള ആറ്റിറ്റ്യൂഡാണ് നമ്മൾ ഇരിക്കണത്. അപ്പൊ ഇവർ ഈ പുത്രിക പദവിയൊക്കെ തരാന്ന് പറഞ്ഞാൽ നമുക്ക് പിടിക്കില്ലല്ലോ. അപ്പൊ ഓഗസ്റ്റ് വാഗ്ദാനത്തില് അസംതൃപ്തനായ ഗാന്ധിജിയുടെ ഒരു സത്യാഗ്രഹ മുറയായിരുന്നു വ്യക്തി സത്യാഗ്രഹം. അങ്ങനെ ഈ പറഞ്ഞ വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി സെലക്ട് ചെയ്ത ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹിയാണ് ആചാര്യ വിനോബാ ഭാവെ എന്ന് പറഞ്ഞ ആള്. അപ്പൊ 1940 വ്യക്തി സത്യാഗ്രഹത്തിലെ ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹിയാണ് ഈ പറഞ്ഞ ആര്, ആചാര്യ വിനോബാ ഭാവെ. ഇനി ഈ ഈ പറഞ്ഞ വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ച സ്ഥലമാണ് പൗനാർ എന്ന് പറഞ്ഞ സ്ഥലം. ഇനി ഈ വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചത് 1900, ഇത് മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമാട്ടോ പൗനാർ എന്ന് പറയുന്നത്, വാർധ ഡിസ്ട്രിക്റ്റിലെ ഒരു ഗ്രാമാണ്. ഇനി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ച ദിവസം 1940 ഒക്ടോബർ 17. നമ്മൾ പറഞ്ഞു ഓഗസ്റ്റ് ഓഫർ 40-ലാണ്. അപ്പൊ അതേ 40 തന്നെയാണ് 1940 ഓഗസ്റ്റിലാണ് ഈ പറഞ്ഞ ഓഗസ്റ്റ് ഓഫർ പ്രപ്പോസ് ചെയ്തത്. അപ്പൊ അത് ഇഷ്ടപ്പെടാണ്ട് ഗാന്ധിജി ആരംഭിച്ച സത്യാഗ്രഹമാണ് വ്യക്തി സത്യാഗ്രഹം. അപ്പൊ ആ വ്യക്തി സത്യാഗ്രഹത്തിൽ ആദ്യത്തെ വ്യക്തിയായിട്ട് എടുത്തത് വിനോബാ ഭാവേനെയാണ്. ഓക്കെ. ഇനി ഈ പറഞ്ഞ വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചത് 1940 ഒക്ടോബർ 17 ഇത് ആരംഭിച്ചത്. ഓക്കെ. ഇനി രണ്ടാമത്തെ വ്യക്തി സത്യാഗ്രഹി എന്ന് പറയണത് നെഹ്റു ആണ്, ജവഹർലാൽ നെഹ്റു ആണ്. മൂന്നാമത്തെ ആള് ബ്രഹ്മദത്താണ്. ഇനി ഈ വ്യക്തി സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ദില്ലി ചലോ പ്രസ്ഥാനം. അപ്പൊ ദില്ലി ചലോ പ്രസ്ഥാനം ഈ പറഞ്ഞ വ്യക്തി സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി ഗാന്ധിജി നടത്തിയിട്ടുള്ള ഒരു ദുർബലമായ ഒരു പ്രക്ഷോഭമാണ് വ്യക്തി സത്യാഗ്രഹം. വലിയ കാര്യമായിട്ട് ഈ പറഞ്ഞ വ്യക്തി സത്യാഗ്രഹം എന്ന് പറഞ്ഞ സംഭവം വിജയിച്ചില്ല. ഓക്കെ. ഇത് കേരളത്തില് ഈ ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹി എന്ന് പറയുന്നത് കെ കേളപ്പനാണ്. ജസ്റ്റ് ആ പേരൊക്കെ പഠിച്ചാൽ മതി, കാര്യം അങ്ങനെ വലിയ സക്സസ് ആവാത്ത ഒരു സത്യാഗ്രഹമാണ്. അപ്പൊ 1940 ഓഗസ്റ്റ് ഓഫർ ഇഷ്ടപ്പെടാണ്ട് ഗാന്ധിജി പ്രപ്പോസ് ചെയ്ത ഒരു സത്യാഗ്രഹമാണ് വ്യക്തി സത്യാഗ്രഹം. അതിന്റെ ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹി ആരാന്ന് ചോദിക്കും. ആചാര്യ വിനോബാ ഭാവെ. ആളാണ് ഭൂദാന പ്രസ്ഥാനത്തിന്റെ ഒക്കെ ഉപജ്ഞാതാവ് ഈ പറഞ്ഞ ആചാര്യ വിനോബാ ഭാവെയാണ്. ഇനി പൗനാർ എന്ന പറഞ്ഞ സ്ഥലത്താണ് ഈ പറഞ്ഞ വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചത്. 1940 ഈ പറഞ്ഞ വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചത്. ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹി ആചാര്യ വിനോബാ ഭാവെ, രണ്ടാമത്തെ വ്യക്തി സത്യാഗ്രഹി നെഹ്റു, പിന്നെ ബ്രഹ്മദത്ത് മൂന്നാമത്തെ ആള്. പിന്നെ ഗാന്ധിജി നടത്തിയ ഏറ്റവും ദുർബലമായിട്ടുള്ള ഒരു പ്രക്ഷോഭമാണ് വ്യക്തി സത്യാഗ്രഹം. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹിയാണ് ഈ പറഞ്ഞ കെ കേളപ്പൻ. കെ കേളപ്പൻ നിങ്ങൾക്ക് അറിയാലോ, പിന്നെ ഉപ്പു സത്യാഗ്രഹത്തിലൊക്കെ പയ്യന്നൂര് ഒക്കെ നേതൃത്വം കൊടുത്തത് കെ കേളപ്പനാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തേക്ക് പോവാം. ഓക്കെ. ഇനി പൗനാറിലെ സന്യാസി, ഇന്ത്യയുടെ ദേശീയ അധ്യാപകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് വിനോബാ ഭാവെയാണ് നമ്മൾ പറഞ്ഞു. ഇനി ഇദ്ദേഹം ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഭൂദാന പ്രസ്ഥാനം, ഗ്രാമദാന പ്രസ്ഥാനം ഈ വിനോബാ ഭാവെയുടെയാണ്. എന്താന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, പഠിച്ചാൽ മതി. ഈ ഭൂദാന പ്രസ്ഥാനം ആരുടെയാണെന്ന്? വിനോബാ ഭാവെയുടെയാണ്. ഇനി വൈക്കം സത്യാഗ്രഹം നമ്മൾ കേട്ടിട്ടുണ്ട്. കേരളത്തിൽ 1924 വന്ന ഒരു സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. അപ്പൊ ആ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ആണ് ഈ വിനോബാ ഭാവെ നമ്മുടെ സത്യാഗ്രഹത്തില്, വൈക്കം സത്യാഗ്രഹത്തില് നിരീക്ഷകരായിട്ട് പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഗാന്ധിജി നടത്തിയ ഒരു ദുർബലമായിട്ടുള്ള ഒരു പ്രക്ഷോഭമാണ് വ്യക്തി സത്യാഗ്രഹം. അത് ഈ ഓഗസ്റ്റ് ഓഫറിനോട് ഇഷ്ടപ്പെടാണ്ട് ഉണ്ടാക്കിയ ഒരു സത്യാഗ്രഹ മുറയാണ് വ്യക്തി സത്യാഗ്രഹം. അതിന് വ്യക്തി സത്യാഗ്രഹത്തിൽ ആദ്യത്തെ ആളെന്ന് പറയുന്നത് ആചാര്യ വിനോബാ ഭാവെ, പിന്നെ നെഹ്റു, പിന്നെ ബ്രഹ്മദത്ത്, കേരളത്തിൽ നിന്ന് കെ കേളപ്പൻ. പിന്നെ ഇത് അത്ര വലിയ സക്സസ് ആവാത്ത ഒരു ഇതാണ്, വലിയ കാര്യമായിട്ടൊന്നും ഇതുകൊണ്ട് ഒരു മാറ്റം ഉണ്ടായില്ല. ഓക്കെ. ദില്ലി ചലോ പ്രസ്ഥാനം വ്യക്തി സത്യാഗ്രഹമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അടുത്തേക്ക് പോവാം. ക്ലിയർ അല്ലേ?
നമ്മൾ കുറെ സമരങ്ങളും ഒക്കെ ഇപ്പൊ പറയുന്നുണ്ട്. ഒരു ഓർഡറിൽ പഠിച്ചു പോവാട്ടെ നിങ്ങ. അടുത്തേക്ക് പോവാം. ക്വസ്റ്റ്യൻസ് ഞാൻ ഒരുമിച്ച് പറയാം. ഇനി ക്രിപ്സ് മിഷൻ, അടുത്തതാണ് ക്രിപ്സ് മിഷൻ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇതന്നെ സെയിം തന്നെ പർപ്പസ് ഒക്കെ തന്നെ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ എങ്ങനെയെങ്കിലും ഒക്കെ നേടിയെടുക്കണം, അതിനുവേണ്ടി നിർമ്മിച്ച ഒരു കമ്മിറ്റിയാണ്, അതിനുവേണ്ടി നിയമിച്ച കമ്മിറ്റിയാണ് ക്രിപ്സ് മിഷൻ. ഓക്കെ, അപ്പൊ രണ്ടാം ലോക മഹായുദ്ധത്തില് ഇന്ത്യയുടെ പിന്തുണ നേടാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച അടുത്തൊരു കമ്മിറ്റിയാണ് ക്രിപ്സ് മിഷൻ. ഈ ക്രിപ്സ് മിഷന്റെ ചെയർമാൻ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സർ സ്റ്റഫോർഡ് ക്രിപ്സ് ആണ് ഈ പറഞ്ഞ ക്രിപ്സ് മിഷന്റെ ചെയർമാൻ ആയിട്ട് വരുന്നത്. സർ സ്റ്റഫോർഡ് ക്രിപ്സ് ആണ് ക്രിപ്സ് മിഷന്റെ ആ ക്രിപ്സ് എന്നുള്ള, അതുകൊണ്ടാണ് അത് ക്രിപ്സ് മിഷൻ എന്ന് പേരിട്ടത്. ആളാണല്ലോ ചെയർമാൻ. അപ്പൊ സ്റ്റഫോർഡ് ക്രിപ്സ് ചെയർമാൻ ആയിട്ടുള്ള ഒരു കമ്മീഷനെ എന്തിനയക്കാണ്? ഈ പറഞ്ഞ ഇന്ത്യയുടെ പിന്തുണ നേടാൻ വേണ്ടിയിട്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു കമ്മിറ്റിനെ നിയോഗിച്ചു. അതിന്റെ പേരാണ് ക്രിപ്സ് മിഷൻ. ഇനി അത് ഇന്ത്യയിലേക്ക് അയച്ച പ്രധാനമന്ത്രിയാണ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് വിൻസ്റ്റൺ ചർച്ചിൽ. അപ്പൊ ഈ പറഞ്ഞ വിൻസ്റ്റൺ ചർച്ചിലാണ് ഇന്ത്യയിലേക്ക് ഇങ്ങനെ ഒരു കമ്മിറ്റീനെ വിടണത്. അതായത് സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് ഇന്ത്യയുടെ പിന്തുണ എങ്ങനെയെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് വിടണ ഒരു കമ്മിറ്റിയാണ് ക്രിപ്സ് മിഷൻ. അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് സ്റ്റഫോർഡ് ക്രിപ്സ് ആണ്. ഈ പറഞ്ഞ ക്രിപ്സ് മിഷൻ 1942 മാർച്ച് 22 ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ക്രിപ്സ് മിഷൻ 1942 മാർച്ച് 22 ഇന്ത്യയിലേക്ക് എത്തി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വിൻസ്റ്റൺ ചർച്ചിലാണ് ഈ ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയക്കണത് 1942. ഈ പറഞ്ഞ ഓഗസ്റ്റ് ഓഫറും അതേപോലെ വ്യക്തിഗത സത്യാഗ്രഹം 40 ഇത് 42. ഓക്കെ, ഇനി ഈ സെയിം തന്നെ ഇന്ത്യക്ക് പുത്രികാ രാജ്യ പദവി നൽകാം, അതേപോലെ ഇന്ത്യക്കാരുടെ നേതൃത്വത്തിൽ ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ വാഗ്ദാനങ്ങൾ കൊടുക്കണ ഒരു സംഭവം തന്നെ. ഇനി ഈ ക്രിപ്സ് മിഷനുമായി ചർച്ച നടത്തിയ INC പ്രസിഡന്റ് ആണ് മൗലാന അബുൽ കലാം ആസാദ്. അപ്പൊ ഇദ്ദേഹം ക്രിപ്സ് മിഷനുമായിട്ട് ചർച്ചയൊക്കെ നടത്തി. എന്നിട്ട് 1942 ഏപ്രിൽ 12 ഈ ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിപ്പോയി. അപ്പൊ വന്നത് മാർച്ച് 22, തിരിച്ചു പോയത് ഏപ്രിൽ 12. ഓക്കെ, അപ്പൊ എങ്ങനെയെങ്കിലും ഈ പറഞ്ഞ സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് ഇവരിങ്ങനെ പിന്നെയും ഇങ്ങനെ ചർച്ചകളുമായിട്ട് വരണതാണ്. ഓക്കെ, അപ്പൊ ഈ ക്രിപ്സ് മിഷനെ കോൺഗ്രസ്സുകാര് അംഗീകരിച്ചില്ല. അതിന് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഉടനെ ഒന്നും ഇവർ കൊടുക്കില്ല എന്ന് അതോടുകൂടി മനസ്സിലായി. ഉടനടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകണമെന്ന ആവശ്യം നിരാകരിച്ചു. അപ്പൊ ഈ അടുത്ത കാലത്തൊന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടില്ല എന്ന് മനസ്സിലായി. പിന്നെ ഈ പറഞ്ഞ ക്രിപ്സ് മിഷനെ കോൺഗ്രസും അംഗീകരിച്ചിട്ടില്ല, അതേപോലെ തന്നെ മുസ്ലിം ലീഗും അംഗീകരിച്ചിട്ടില്ല. കാര്യം മുസ്ലിം ലീഗ് അപ്പോഴേക്കും അവിടെ പാകിസ്ഥാൻ എന്നുള്ള ഒരു വാദം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പാകിസ്ഥാൻ വാദം അംഗീകരിക്കാത്തത് കൊണ്ടും അതുപോലെ ഇന്ത്യക്ക് പെട്ടെന്നൊന്നും സ്വാതന്ത്ര്യം നൽകുന്നു തോന്നണില്ല എന്ന കാര്യമൊക്കെ മനസ്സിലായതുകൊണ്ട് കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗും ഈ പറഞ്ഞ ക്രിപ്സ് മിഷനെ അംഗീകരിച്ചില്ല. അപ്പൊ തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിന്റെ പിൻതീയതി ഇട്ട ചെക്ക് എന്നാണ് ഈ പറഞ്ഞ ക്രിപ്സ് മിഷനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിന്റെ പിൻതീയതി ഇട്ട ചെക്ക് എന്ന് ആരാണ് ക്രിപ്സ് മിഷനെ വിശേഷിപ്പിച്ചത്? ഗാന്ധിജി വിശേഷിപ്പിച്ചു. ഇനി തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിന്റെ പിൻതീയതി ഇട്ട ചെക്ക് എന്ന് ഗാന്ധിജി എന്തിനെയാണ് വിശേഷിപ്പിച്ചതെന്ന് ചോദിക്കാറുണ്ട്. അത് ക്രിപ്സ് മിഷന്. അപ്പോ ക്രിപ്സ് മിഷൻ ഒരു പരാജയത്തിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ, 2 ക്വസ്റ്റ്യൻ ചോദിക്കാം. പിൻതീയതി വെച്ച ചെക്ക് എന്ന വിശേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓപ്ഷൻ 1 ഗാന്ധിജി ക്രിപ്സ് മിഷൻ, ഓപ്ഷൻ 2 ഗാന്ധിജി ക്യാബിനറ്റ് മിഷൻ, ഓപ്ഷൻ 3 ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ, ഓപ്ഷൻ 4 ഗാന്ധിജി ഖിലാഫത്ത്. മനസ്സിലായില്ലേ? ഇതിപ്പോ നമ്മളിപ്പോ എടുത്തുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി. ഗാന്ധിജി ക്രിപ്സ് മിഷനെ പറ്റി പറയണതാണ് ഈ പറഞ്ഞ പിൻതീയതി വെച്ച ചെക്ക്. ആ ചെക്ക് പിൻതീയതി വെച്ച ചെക്ക് എന്താ സംഭവം നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ പിൻതീയതി വെച്ച ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ്.
ആര് വിശേഷിപ്പിച്ചു? ഗാന്ധിജിയാണ് വിശേഷിപ്പിച്ചത് കേട്ടോ. ഓക്കെ. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിന്റെ പിൻതീയതി ഇട്ട ചെക്ക് എന്നാണ് ക്രിപ്സ് മിഷനെ നമ്മുടെ ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഇനി ക്രിപ്സ് മിഷനെ കോൺഗ്രസ് അംഗീകരിക്കാത്തതിന് കാരണം ഉടനടി ഒന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടില്ല എന്ന് കോൺഗ്രസിന് മനസ്സിലായി. അതുപോലെ മുസ്ലിം ലീഗ് അംഗീകരിക്കാതിരുന്നതിന് കാരണം ഈ പറഞ്ഞ പാകിസ്ഥാൻ വാദം അംഗീകരിച്ചില്ല. ആ സമയത്തൊക്കെ പാകിസ്ഥാൻ വാദത്തിന്റെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം. അപ്പൊ അത് ഈ രണ്ട് കാരണം കൊണ്ട് മുസ്ലിം ലീഗും അംഗീകരിച്ചില്ല, കോൺഗ്രസും അംഗീകരിച്ചില്ല. ഇനി 1940 ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി ഗാന്ധിജി ആദ്യം തെരഞ്ഞെടുത്തത് ആരെ? പറയൂ. വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി ഗാന്ധിജി വിനോബാ ഭാവേനെ അല്ലെ? ഓക്കെ. ഭൂദാന പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് കേട്ടോ അദ്ദേഹം. ഇനി അടുത്തതാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഇത് നിങ്ങൾ കുറെ കേട്ടിട്ടുണ്ടാവും, ഈ ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത്. ഈ ക്രിപ്സ് മിഷൻ നമുക്ക് മനസ്സിലായി, ഓഗസ്റ്റ് ഓഫർ വെച്ചു, ലിങ്ലിത് ഗോപ്രഭു അത് പരാജയപ്പെട്ടു. അത് കഴിഞ്ഞ് പിന്നെ വ്യക്തി സത്യാഗ്രഹം അതിന് ഒപ്പോസ് ചെയ്തുകൊണ്ട് ഗാന്ധിജി വന്നു. അത് കഴിഞ്ഞപ്പോ ഈ പറഞ്ഞ ക്രിപ്സ് മിഷനുമായിട്ട് മുന്നോട്ട് വന്നു 1942. ഇനി ഈ ക്രിപ്സ് മിഷനും പരാജയപ്പെട്ടു. അപ്പൊ അതിന് പ്രതിഷേധം അറിയിക്കണമല്ലോ. അതിനു വേണ്ടി കോൺഗ്രസ് ആരംഭിച്ച സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന പ്രക്ഷോഭമാണ്. ഓക്കെ. നമ്മുടെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം, അതേപോലെ തന്നെ ഈ പറഞ്ഞ പ്രസ്ഥാനം, ഇതേപോലെ തന്നെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ നിസ്സഹകരണ സമരമൊക്കെ പറഞ്ഞിരുന്നു. അതേപോലെയൊക്കെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അവസാനത്തെ ബഹുജന പ്രക്ഷോഭമാണ് ഈ പറഞ്ഞ ക്വിറ്റ് ഇന്ത്യ. അവസാനത്തെ ഒരു ബൾക്കായിട്ടുള്ള ഒരു ബഹുജനമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ഇനി ഈ ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്ത ആളാണ് യൂസഫ് മെഹർ അലി. ഓക്കെ. ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ ഉപേക്ഷിക്കൂ അല്ലെങ്കിൽ ഇന്ത്യ വിട്ടു പോകൂ എന്നാണല്ലോ അതിന്റെ അർത്ഥം. അപ്പൊ ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്തത് യൂസഫ് മെഹർ അലിയാണ്. ഇനി ഈ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഓഗസ്റ്റ് ക്രാന്തി അല്ലെങ്കിൽ ഓഗസ്റ്റ് വിപ്ലവം. മറ്റേത് ഓഗസ്റ്റ് ഓഫർ ആണ് കേട്ടോ. ഇത് ഓഗസ്റ്റ് ക്രാന്തി എന്നും കൂടി അറിയപ്പെടും ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ ക്രിപ്സ് മിഷൻ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ച സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന പ്രക്ഷോഭമാണ് ക്വിറ്റ് ഇന്ത്യ. ഇനി അതിന്റെ പേര് കൊടുത്തത് യൂസഫ് മെഹർ അലി ആണ്. ഇനി അതിന്റെ മറ്റൊരു പേരാണ് ഓഗസ്റ്റ് ക്രാന്തി അല്ലെങ്കിൽ ഓഗസ്റ്റ് വിപ്ലവം. ഇനി ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട ഗാന്ധിജിയുടെ ദിനപത്രമാണ് ഹരിജൻ. നമ്മൾ മുന്നേ പഠിച്ചിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട ഗാന്ധിജിയുടെ ദിനപത്രം ഹരിജൻ. ഇനി ക്വിറ്റ് ഇന്ത്യ പ്രമേയം എപ്പോഴും ചോദിക്കണതാട്ടോ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയ കോൺഗ്രസ് സമ്മേളനം ബോംബെയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്. ഇനി ഈ ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്തിൽ വെച്ചാണ് ഈ പറഞ്ഞ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഇതിനെ ഈ പറഞ്ഞ മൈതാനത്തിന് അറിയപ്പെടുന്ന പേരാണ് ഓഗസ്റ്റ് ക്രാന്തി മൈതാനം. ആ ക്വിറ്റ് ഇന്ത്യ ആയിട്ട് ബന്ധപ്പെട്ട ഇത് പ്രമേയം ഒക്കെ പാസ്സാക്കപ്പെട്ടതുകൊണ്ട് ഈ മൈതാനം അറിയപ്പെടുന്നതാണ് ഓഗസ്റ്റ് ക്രാന്തി മൈതാനം. ഇനി ഇത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ബോംബെയിൽ വെച്ച് നടന്ന പ്രമേയത്തിൽ വെച്ചാണ് ഈ പറഞ്ഞ ക്വിറ്റ് ഇന്ത്യ പ്രമേയം കോൺഗ്രസ് പാസ്സാക്കിയത്. ഇനി ഇത് എന്തിനു വേണ്ടി നടന്നു? ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്നാണ് ക്വിറ്റ് ഇന്ത്യ സമരം വന്നത്. ഓക്കെ. അപ്പൊ ക്രിപ്സ് മിഷൻ പരാജയപ്പെട്ടപ്പോ കൊണ്ടുവന്നൊരു സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ആ ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് കൊടുത്ത യൂസഫ് മെഹർ അലി. ഇനി ഈ അവസാനത്തെ ബഹുജന പ്രക്ഷോഭമാണ് ഇനി ഈ ബോംബെയിലെ INC സമ്മേളനത്തിൽ വെച്ചാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്. ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ്. ഈ ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് 1942 ഓഗസ്റ്റ് 9 ഗാന്ധിജി അറസ്റ്റിലായി. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, നമ്മുടെ PSCയുടെ ആൻസർ കീ പ്രകാരം ഓഗസ്റ്റ് 8. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് ആൻസർ ചെയ്യുക. ഓഗസ്റ്റ് 8 ഉണ്ടെങ്കിൽ ഓഗസ്റ്റ് 8 എഴുതാം, അല്ലെങ്കിൽ 9 എഴുതാം. അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി 1942 ഓഗസ്റ്റ് 9 അല്ലെങ്കിൽ 8
അറസ്റ്റിലായി. അപ്പൊ ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് നെഹ്റു ആണ്. പ്രമേയം പാസ്സാക്കിയത് ബോംബെയിലെ INC സമ്മേളനത്തിൽ വെച്ചാണ്. ഇനി ഇതാണ് ഇത് അടുത്ത ഒരു വളരെ വളരെ ഇമ്പോർട്ടന്റ് സാധനമാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി ഉയർത്തിയ ആഹ്വാനാണ് ഒന്നെങ്കിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. പിന്നെ നമുക്കറിയാം മറ്റേ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ സമയത്ത് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ഒന്നെങ്കിൽ ഞാന് ജയിച്ചു വരും അല്ലെങ്കിൽ ഞാൻ എന്റെ ജഡം സമുദ്രത്തിന് ഇട്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി ഉയർത്തിയ ആഹ്വാനാണ് ഡു ഓർ ഡൈ, ഒന്നീ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇനി ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണനാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായണൻ. അതേപോലെ ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസിഫ് അലി. എപ്പോഴും ചോദിക്കണതാട്ടാ, സമര നായകൻ ജയപ്രകാശ് നാരായണനും ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസിഫ് അലിയാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമ്മുടെ ക്രിപ്സ് മിഷൻ പരാജയപ്പെട്ടു. അതിനെ എതിർത്തുകൊണ്ട് വന്നതാണ് ക്വിറ്റ് ഇന്ത്യ. അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി പറഞ്ഞാണ് ഡു ഓർ ഡൈ. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായൺ, സമര നായിക അരുണ ആസിഫ് അലി. ഇനി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ കാലത്ത് മുസ്ലിം ലീഗ് അവിടെ ഇതിന്റെ ബദലായിട്ട് അവർക്ക് അവരുടെ പാകിസ്ഥാൻ വാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന സമയമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അവര് പറഞ്ഞത് വിഭജിക്കുക, നാടുവിടുക, രണ്ടാക്കി ഡിവൈഡ് ചെയ്യുക, ഇന്ത്യനെ രണ്ടായിട്ട് വിഭജിക്കുക, എന്നിട്ട് നാടുവിടുക. നമ്മൾ ഈ കോൺഗ്രസ് അങ്ങനെയുള്ളവർ പറഞ്ഞത് എന്താ പറയാ, ഡു ഓർ ഡൈ, ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ വിട്ട് ഉപേക്ഷിച്ച് പോവാനാണ് ബ്രിട്ടീഷുകാരോട് പറയുമ്പോൾ ഇവര് പറയണത്, മുസ്ലിം ലീഗ് പറയണത് വിഭജിച്ച് നാടുവിടുക, വിഭജിക്കുക, നാടുവിടുക. ഇനി കേരളത്തിൽ ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ KB മേനോൻ. KB മേനോൻ കേരള ഹിസ്റ്ററിയിൽ വരുമ്പോ പഠിക്കുന്ന ഒരു പേരാട്ടോ. ഓക്കെ, ഒരുമിച്ച് എല്ലാം കൂടി പറഞ്ഞ് ഷഫിൾ ചെയ്യണം ഞാൻ. അപ്പൊ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ കാലത്ത് മുസ്ലിം ലീഗ് ഉയർത്തിയ മുദ്രാവാക്യാണ് വിഭജിക്കുക, നാടുവിടുക. ഇനി കേരളത്തിൽ നേതൃത്വം കൊടുത്തത് ഡോക്ടർ KB മേനോൻ. ഇനി ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കാതിരുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് മുസ്ലിം ലീഗ്, ഹിന്ദു മഹാസഭ. ഇവരങ്ങനെ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ അങ്ങനെ വലിയ കാര്യമായിട്ട് പങ്കെടുത്തില്ല. പിന്നെ അവരെ ആകെ ഉയർത്തിയ ഒരു മുദ്രാവാക്യാണ് വിഭജിച്ചിട്ട് നാടുവിടുക എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞത് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് 1942 ഓഗസ്റ്റ് 8. പിന്നെ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 9. ഓക്കെ, ഗാന്ധിജി അറസ്റ്റിലായത് ഒന്നെങ്കിൽ 8 അല്ലെങ്കിൽ 9, അത് നോക്കിയിട്ട് എഴുതാം കേട്ടോ. അപ്പൊ ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചു. 9 പ്രക്ഷോഭം ആരംഭിച്ചു. ക്വിറ്റ് ഇന്ത്യ ദിനം ആചരിക്കണത് ഓഗസ്റ്റ് 9. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, 2 ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഭാഗത്തുനിന്ന് വന്നത്, ഈ ഭാഗത്തുനിന്നുള്ള ഈ ഇന്ത്യൻ ഹിസ്റ്ററി ഇമ്പോർട്ടന്റ് ആട്ടാ. ഏത് പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് പോകുമ്പോഴും ഈ പറഞ്ഞ ഒന്നും പറ്റിയില്ലെങ്കിൽ SCERT 10ാം ക്ലാസ്സിലെ ആദ്യത്തെ 2-3 ചാപ്റ്റേഴ്സ് എങ്കിലും വായിച്ചു പോകും. അപ്പൊ പുതിയ SCERT കിട്ടി വരണുള്ളൂ. അപ്പൊ പഴയ SCERT ആയാലും 10ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് ആദ്യത്തെ ഒരു 3-4 ചാപ്റ്റർ ഈ ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട് അത് വായിച്ചിട്ട് പോവാട്ടോ. ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ വരും. ഓക്കെ, ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ മാറി മാറി വരണതാണ് കേട്ടോ. അല്ലെങ്കിൽ ഈ തന്ന നോട്ടെങ്കിലും വായിച്ചിട്ട് പോവാട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം.
പറയൂ. ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരം, ഡു ഓർ ഡൈ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ബഹുജന പ്രസ്ഥാനം. പറയേ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാന ബഹുജന പ്രസ്ഥാനം വ്യക്തി പ്രസ്ഥാനം. അല്ല, നമ്മളിപ്പോ പറഞ്ഞില്ലേ ക്വിറ്റ് ഇന്ത്യ സമരമാണ് അവസാനമായിട്ട് നടന്നതെന്ന്. ബഹുജന പ്രക്ഷോഭം. ഈ പറഞ്ഞ വ്യക്തി സത്യാഗ്രഹം എന്നൊക്കെ പറയണത് ഇൻഡിവിജ്വൽ ആയിട്ട് നടന്നതാണ്. അതിന് വലിയ അതൊന്നുമില്ല. ഇത് ബഹുജന പ്രസ്ഥാനമാണ് ഈ പറഞ്ഞ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം കേട്ടോ. ഏതാ വർഷം ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ? 1942 ഓഗസ്റ്റ് 9. 1942. ക്വിറ്റ് ഇന്ത്യ സമര നായിക. ഇതൊക്കെ PYQ ആയിട്ടാ ഞാൻ പറയണേ. ഏതാ എക്സാം എന്ന് പറയാത്തതുകൊണ്ടാണ്. ഇത് LGS കഴിഞ്ഞ LGSന് ചോദിച്ചതാണ്. ക്വിറ്റ് ഇന്ത്യ ഓക്കെ. ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് 9. ഓക്കെ. 1942 ഓഗസ്റ്റ് 9 കേട്ടോ. ഇനി അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനെ. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം. ശരി. ശരി. അടുത്ത സ്റ്റേറ്റ്മെന്റ്. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ പിന്തുണച്ചു. ഫോൾസ് ആണ്. നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞ കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയാലും ഈ പറഞ്ഞ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ, കോൺഗ്രസ് അല്ല സോറി, മുസ്ലിം ലീഗ് ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ പിന്തുണച്ചിട്ടില്ല. ഇനി അടുത്തത്. ബ്രിട്ടീഷ് സർക്കാർ സ്റ്റഫോർഡ് ക്രിപ്സിന് കീഴിൽ ഒരു ദൗത്യ സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു. ഫോൾസ്. അതെങ്ങനെയാ ഫോൾസ് ആവുക? ഈ പറഞ്ഞ ക്രിപ്സ് മിഷൻ പരാജയപ്പെട്ടുകൊണ്ടാണല്ലോ ക്വിറ്റ് ഇന്ത്യ ഉണ്ടായത്. ബ്രിട്ടീഷ് സർക്കാർ സ്റ്റഫോർഡ് ക്രിപ്സിന് കീഴിൽ അതിന്റെ ചെയർമാൻ സ്റ്റഫോർഡ് ക്രിപ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ ബ്രിട്ടീഷ് സർക്കാർ സ്റ്റഫോർഡ് ക്രിപ്സിന് കീഴിൽ ഒരു ദൗത്യ സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു. അത് പരാജയപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ എന്ത് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ആയിട്ട് മുന്നോട്ട് പോയത്. ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ? ക്വിറ്റ് ഇന്ത്യ സമരമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അത് ക്വിറ്റ് ഇന്ത്യ സമരമായിട്ട് ബന്ധമുള്ള പ്രസ്താവനയല്ലേ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ആരൊന്നും പറയണില്ലല്ലോ. ക്വസ്റ്റ്യൻ മനസ്സിലായോ? മനസ്സിലായി. ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്നാണ് കോൺഗ്രസ് ഈ ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത്. ഈ ക്രിപ്സ് മിഷന്റെ ചെയർമാൻ ആയിരുന്നു ആര്? സ്റ്റഫോർഡ് ക്രിപ്സ്. സർ സ്റ്റഫോർഡ് ക്രിപ്സ് മിഷന്റെ ചെയർമാൻ ആയിരുന്നു. അപ്പൊ ഈ ക്രിപ്സ് മിഷൻ വന്നു, അത് പരാജയപ്പെട്ടതുവരെ തുടർന്നാണ് നമ്മൾ ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയമായിട്ട് മുന്നോട്ട് പോയത് കേട്ടോ. ക്ലിയർ അല്ലേ? ഇനി ഞാൻ ഒരു ക്വസ്റ്റ്യൻ, വെറുതെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾ ഇതിന്റെ ആൻസർ പറയണേ. നിങ്ങൾക്ക് അറിയാൻ നോക്കട്ടെ. ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആര്? ഓപ്ഷൻ തരില്ല കേട്ടാ. പറഞ്ഞോ. ബാലഗംഗാധര തിലകാണോ? അല്ല അല്ല. അറിയോ? തിലകന്റെ സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. അതാണ് ബാലഗംഗാധര തിലക് കേട്ടോ. ഗാന്ധിജി അല്ല. നല്ല സ്റ്റേറ്റ്മെന്റ് അല്ലേ? എനിക്ക് രക്തം തരൂ. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. യൂണിവേഴ്സിറ്റി LGSന് 10th ലെവൽ പ്രിലിംസിന് ഓപ്ഷൻ വേണം. അതിപ്പോ
2 ഓപ്ഷൻ ഞാൻ ഇതിലില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഓക്കെ. മഹാത്മാഗാന്ധി, ഓപ്ഷൻ ബി ഭഗത് സിംഗ്, ഓപ്ഷൻ സി ബാലഗംഗാധര തിലക്, ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് ആണോ? സുഭാഷ് ചന്ദ്രബോസ് ആണ് പറഞ്ഞത്. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാന്ന് പറഞ്ഞത് കേട്ടാ. ഓക്കെ, ചോദിച്ച ക്വസ്റ്റ്യൻ ആട്ടാ. ഇനി അടുത്തതാണ് ഇന്ത്യൻ നാഷണൽ ആർമി. ഇതും ഇടയ്ക്ക് കയറി ചോദിക്കണ ഒരു ഏരിയ ആണ്. ഈ 2ാം ലോക മഹായുദ്ധത്തില് കുറച്ചൊക്കെ ഇന്ത്യക്കാര് സൈന്യത്തിലൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ 2ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടന്റെ സൈന്യത്തില് ഈ പറഞ്ഞ ഇന്ത്യക്കാരുണ്ടായിരുന്നു. അപ്പൊ ഈ 2ാം ലോക മഹായുദ്ധത്തില് ജാപ്പനീസ് തടവിലായ ഇന്ത്യൻ സൈനികരെ ഉൾപ്പെടുത്തി രൂപീകരിച്ച ഒരു സൈനിക സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ ആർമി. ചോദിക്കാറുണ്ട് കേട്ടോ ഈ ഭാഗത്തുനിന്ന്. അപ്പൊ 2ാം ലോക മഹായുദ്ധത്തില് ഈ പറഞ്ഞ ജപ്പാന്റെ തടവിലായ ഇന്ത്യൻ സൈനികരെ, അത് ഇനി നമ്മള് സഖ്യശക്തികൾ, അച്ചുതണ്ട് ശക്തികൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇനി വേൾഡ് ഹിസ്റ്ററി പഠിക്കും. അപ്പൊ ഈ ജപ്പാൻ എന്താ വന്നേന്നൊക്കെ നമ്മൾ അതിൽ പഠിക്കും കേട്ടോ. അപ്പൊ 2ാം ലോക മഹായുദ്ധത്തില് ജപ്പാന്റെ തടവിലായ ഇന്ത്യൻ സൈനികരെ ഉൾപ്പെടുത്തി രൂപീകരിച്ച സൈനിക സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ ആർമി. ഇനി ഈ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകനാണ് റാഷ് ബിഹാരി ബോസ് കേട്ടോ. അപ്പൊ എപ്പോഴും ചോദിക്കേണ്ടതാണ്, ഇന്ത്യൻ നാഷണൽ ആർമി INA എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകനാണ് റാഷ് ബിഹാരി ബോസ്. ഇനി ഈ പറഞ്ഞ ഇന്ത്യൻ നാഷണൽ ആർമി എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ക്യാപ്റ്റൻ മോഹൻ സിംഗ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് കേട്ടോ. അപ്പൊ സ്ഥാപകൻ റാഷ് ബിഹാരി ബോസ് ആണ്, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ. പക്ഷെ ഈ ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ്. ഇനി INAയുടെ ആദ്യ കമാൻഡർ ഇൻ ചീഫ് എന്ന് പറയുന്നതും ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ്. അപ്പൊ ഇന്ത്യൻ നാഷണൽ ആർമി എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ക്യാപ്റ്റൻ മോഹൻ സിംഗ്, INAയുടെ സ്ഥാപകൻ റാഷ് ബിഹാരി ബോസ് കേട്ടോ. ഇനി ഇന്ത്യൻ നാഷണൽ ആർമി ആസാദ് ഹിന്ദ് ഫൗജ് രൂപീകൃതമായത്, അതിനറിയപ്പെടുന്നതാണ് INA അറിയപ്പെടുന്ന പേരാണ് ആസാദ് ഹിന്ദ് ഫൗജ്. അത് 1942 ഈ ക്വിറ്റ് ഇന്ത്യയുടെ സമയത്തൊക്കെ തന്നെയാണ്, ആ സെയിം ഇയർ തന്നെയാണ് ഫോം ചെയ്തേക്കണത്. ഇനി ജപ്പാനി വെച്ചിട്ടാണ് അതിന്റെ മേൽനോട്ടത്തിന് രൂപീകരണത്തിന് മേൽനോട്ടം വഹിച്ചത്. ഓക്കെ, ഇനി ഈ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ചുമതല ആരേറ്റെടുത്തു? സുഭാഷ് ചന്ദ്രബോസ് 1943 ഏറ്റെടുത്തു. ഇനി ഈ സുഭാഷ് ചന്ദ്രബോസ് പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രമാക്കിയ സ്ഥലമാണ് റങ്കൂണും സിംഗപ്പൂരും ഒക്കെ. സിംഗപ്പൂര് കേന്ദ്രീകരിച്ച് സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച താൽക്കാലിക ഇന്ത്യ ഗവൺമെന്റ് ആണ് ആസാദ് ഹിന്ദ് ഗവൺമെന്റ്. ഇല്ല, നിങ്ങൾ പഠിക്കേണ്ട ഇവിടെ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണെന്ന് ചോദിക്കും. അപ്പൊ അവിടെ സുഭാഷ് ചന്ദ്രബോസ് എന്തായാലും ഓപ്ഷനിൽ ഉണ്ടാവും, അതുപോലെ മോഹൻ സിംഗ് ഓപ്ഷനിൽ ഉണ്ടാവും. അപ്പൊ റാഷ് ബിഹാരി ബോസ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ. സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് ജാപ്പനീസ് തടവിലായ ഇന്ത്യൻ സൈനികരെ ഉൾപ്പെടുത്തി രൂപീകരിച്ച ഒരു സൈനിക സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ ആർമി INA. അതിന്റെ സ്ഥാപകൻ റാഷ് ബിഹാരി ബോസ് ആണ്. ഇനി ആദ്യമായിട്ട് ഈ ആശയം മുന്നോട്ട് വെച്ചത് ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ്. ഇനി ഈ പറഞ്ഞ INAയുടെ ചുമതല ആരേറ്റെടുത്തു? സുഭാഷ് ചന്ദ്രബോസ് 1943 ഏറ്റെടുത്തു. ഇനി റങ്കൂണും സിംഗപ്പൂരും ആണ് അദ്ദേഹം പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രമാക്കിയ സ്ഥലം. ഇനി ഇതിൽ ഒരേ ഒരു വനിതാംഗം ഉണ്ടായിരുന്നുള്ളൂ. ആളുടെ പേരാണ്, ഈ ആളെ കേട്ടുണ്ടോ, ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ. ഈ വനിതയായിരുന്നു, ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരുന്നു ആകെപ്പാടെ ഈ പറഞ്ഞ ആസാദ് ഹിന്ദ് ഗവൺമെന്റ്. നമ്മുടെ ഈ INA പറയണതാണ് ആസാദ് ഹിന്ദ് ഫൗജ്. അപ്പൊ അവരുണ്ടാക്കിയ ഒരു ഗവൺമെന്റ് ആണ് ആസാദ് ഹിന്ദ് ഗവൺമെന്റ്. സിംഗപ്പൂര് കേന്ദ്രീകരിച്ച് സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച ഒരു താൽക്കാലിക ഇന്ത്യ ഗവൺമെന്റ് ആണ്. അപ്പൊ അവിടുത്തെ ഒരേ ഒരു വനിതാംഗാണ് ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ. ഈ പറഞ്ഞ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന് അറിയണ പേരാണ് ഝാൻസി റാണി റെജിമെന്റ്. എപ്പോഴും ചോദിക്കണതാണ് കേട്ടോ. INAയുടെ വനിതാ വിഭാഗത്തിന്റെ പേരെന്താണ്? അത് ഝാൻസി റാണിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്, ഝാൻസി റാണി റെജിമെന്റ്. ഇനി അതിന് നേതൃത്വം കൊടുത്തതും സുഭാഷ് ചന്ദ്രബോസ് ആണ്. INAയുടെ വനിതാ വിങ് ആയിട്ടുള്ള ഝാൻസി റാണി റെജിമെന്റിൽ ഇത് ഗവൺമെന്റിലെ അംഗമാണ് കേട്ടോ. ആസാദ് ഹിന്ദ് ഗവൺമെന്റിലെ ഒരേ ഒരു വനിതാ അംഗത്തിന്റെ പേരാണ് ഈ ലക്ഷ്മി സൈഗാള്. ഈ INAയുടെ വനിതാ വിഭാഗമാണ് ഈ ഝാൻസി റാണി റെജിമെന്റ്. അതിന് നേതൃത്വം കൊടുത്തത് ഇതേ ആള് തന്നെ, ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാള്. ഇനി
സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകർഷയായി INA ചേർന്ന ഒരു മലയാളിയാണ് വക്കം അബ്ദുൾ ഖാദർ. വക്കം അബ്ദുൾ ഖാദർ ആണ് ഈ പറഞ്ഞ സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകർഷനായിട്ട് INA ചേർന്ന മലയാളി. ക്ലിയർ ആയോ? INA വനിതാ വിഭാഗത്തിന്റെ പേര് ഝാൻസി റാണി റെജിമെന്റ്. അതിന് ഝാൻസി റാണി റെജിമെന്റിന് നേതൃത്വം കൊടുത്തത് ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാള് കേട്ടോ. ഇനി അത് സുഭാഷ് ചന്ദ്രബോസും ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാളിന്റെ പേരുകൾ നമ്മൾ പറയും. INA വനിതാ വിഭാഗമായിട്ടുള്ള ഝാൻസി റാണി റെജിമെന്റിന് രൂപം കൊടുത്തത്. ഓക്കെ, ഇതിലെ വനിതയായിട്ടുണ്ടായിരുന്ന ലക്ഷ്മി സൈഗാൾ ആണല്ലോ. പിന്നെ ഈ INA ഫോം ചെയ്തത് സുഭാഷ് ചന്ദ്രബോസ് ആണല്ലോ വെച്ച് പറയണത്. ഓക്കെ, ഇത് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ജസ്റ്റ് അതിലെ പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി. ഞാനത് വരുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് ഇട്ടതാണ്. INA രൂപീകരിച്ചത് ആരായിരുന്നു? കഴിഞ്ഞ ഖാദി ബോർഡ്, ബീറ്റ് ഫോറസ്റ്റ് 10th ലെവലിലൊക്കെ വന്നതാണ്. INA രൂപീകരിച്ചത് ആര്? പറയൂ. INA രൂപീകരിച്ചത് ആരാ? സുഭാഷ് ചന്ദ്രബോസ്. അത് രാജ് ബിഹാരി ഘോഷ്. റാഷ് ബിഹാരി ബോസ് ആണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് സുഭാഷ് ചന്ദ്രബോസ് നേതൃത്വം 43 ഏറ്റെടുക്കുകയാണ് ഉണ്ടായത് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ ഈ പറഞ്ഞു ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാള് മലയാളിയാണ്. അടുത്ത ഈ ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞേ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേര്? ഝാൻസി റാണി റെജിമെന്റ്. ഝാൻസി റാണി റെജിമെന്റ് കേട്ടോ. താഴെ പറയുന്നവരിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ തൽപരരായി INA ചേർന്ന മലയാളികൾ ആരൊക്കെ? പറയൂ. INA ചേർന്ന മലയാളികള് വൈക്കം അബ്ദുൾ ഖാദർ. വക്കം അബ്ദുൾ ഖാദർ, അതേപോലെ തന്നെ ക്യാപ്റ്റൻ ലക്ഷ്മി ട്ടാ. ഓക്കെ, ഇനി അടുത്തതാണ്. അടുത്ത ഒരു പ്ലാന് നമ്മൾ ഓർഡറിൽ പഠിച്ചതിന്റെ ഇടയിൽ ഞാൻ INA കയറ്റി. വേവൽ പ്ലാൻ കേട്ടോ. ഓക്കെ, ഇതൊക്കെ കണക്റ്റഡ് ആണ്. സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്തൊക്കെ വന്നത് കൊണ്ടാണ് INA ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ, അടുത്തത് 42 കഴിഞ്ഞു. ഇനി അടുത്ത ഒരു പദ്ധതിയാണ് 45 വേവൽ പ്ലാൻ. ഈ വേവൽ പ്ലാൻ പ്രഖ്യാപിച്ച വൈസ്രോയി ആണ് വേവൽ പ്രഭു. വേവൽ പ്രഭു ആണ് വേവൽ പ്ലാൻ പ്രഖ്യാപിച്ചത്. 1945 ജൂൺ 14 വേവൽ പ്ലാന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. വേവൽ പ്ലാൻ ചർച്ച ചെയ്യാൻ വിളിച്ചു കൂട്ടിയ യോഗമാണ് ഈ പറഞ്ഞ സിംല കോൺഫറൻസ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഈ സിംല കോൺഫറൻസ് 1945 സിംല കോൺഫറൻസ് അറിയപ്പെടുന്ന വേറൊരു പേരാണ് വേവൽ പ്ലാൻ. അല്ലെങ്കിൽ വേവൽ പ്ലാനിന്റെ വേറെ പേരാണ് സിംല കോൺഫറൻസ്. സിംലയിൽ വെച്ച് വിളിച്ചു കൂട്ടിയ യോഗ ആയതുകൊണ്ടാണ് അത് സിംല കോൺഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വേവൽ പ്ലാൻ കൊണ്ടുവന്നത് വേവൽ പ്രഭു ആണ് 1945 ജൂൺ 14. ഇതിന്റെ പ്രധാന നിർദ്ദേശങ്ങളാണ് ഹിന്ദു മുസ്ലിം തുല്യ പ്രാതിനിധ്യമുള്ള ഒരു ഇടക്കാല ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കുക. അപ്പൊ ഹിന്ദുക്കളും മുസ്ലിങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ള ഒരു ഇടക്കാല ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കുക. എന്നിട്ട് ഇടക്കാല ഗവൺമെന്റ് 46 നിലവിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പ്രതിരോധം ഒഴികെയുള്ള എല്ലാ വകുപ്പുകളുടെയും ഭരണ സ്വാതന്ത്ര്യം ഇടക്കാല സർക്കാരിന് നൽകും. ഗവർണർ ജനറലും മുഖ്യ സൈന്യാധിപനും ഒഴികെ, ഞാൻ നേരത്തെ പറഞ്ഞു വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്താണെന്ന്. അപ്പൊ അതിലെ എല്ലാ അംഗങ്ങളും ഇന്ത്യക്കാരനായിരിക്കണം. ഇങ്ങനെയൊക്കെ കുറെ നിർദ്ദേശങ്ങളൊക്കെ വെച്ചു. പക്ഷെ വേവൽ പ്ലാൻ പരാജയപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ വേവൽ പ്ലാൻ വന്നത് 1945 വേവൽ പ്രഭു കൊണ്ടുവന്ന ഒരു പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് വേവൽ പ്ലാൻ. അത് സിംലയിൽ വെച്ചാണ് ആ കോൺഫറൻസ് നടന്നത്. അതുകൊണ്ട് അത് സിംല കോൺഫറൻസ് എന്ന് പറയുന്നു. അതിൽ വെച്ച പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഹിന്ദു മുസ്ലിം പ്രാതിനിധ്യമുള്ള തുല്യ പ്രാതിനിധ്യമുള്ള ഒരു ഇടക്കാല ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കുക. പിന്നെ പ്രതിരോധം ഒഴികെയുള്ള എല്ലാ വകുപ്പുകളുടെയും ഭരണ സ്വാതന്ത്ര്യം ഇടക്കാല ഗവൺമെന്റിന് നൽകും. അതേപോലെ ഗവർണർ ജനറലും മുഖ്യ സൈന്യാധിപനും ഒഴികെ ബാക്കി എല്ലാ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ കൂടുതലും ബ്രിട്ടീഷുകാരായിരുന്നു. പിന്നെയാണ് ഇന്ത്യക്കാർക്ക് പ്രാതിനിധ്യമൊക്കെ കിട്ടി തുടങ്ങിയത്. അപ്പൊ എല്ലാ അംഗങ്ങളും ഇന്ത്യക്കാരായിരിക്കണം. ഈ വേവൽ പ്ലാൻ പക്ഷെ പരാജയപ്പെട്ടു പോയി. അതിന് കാരണം
മുസ്ലിം ലീഗിൽ അംഗത്വമില്ലാത്ത ഒരു മുസ്ലിമിന് വൈസ്രോയുടെ കൗൺസിലിൽ അംഗത്വം നൽകരുതെന്ന് ജിന്നയുടെ ആവശ്യത്തെ വേവൽ പ്രഭു തള്ളിക്കളഞ്ഞു. ഒന്നുമില്ല, മുസ്ലിം ലീഗിലുള്ള മുസ്ലിംസിന് മാത്രമേ ഈ പറഞ്ഞ വൈസ്രോയുടെ കൗൺസിലിലേക്ക് അംഗത്വം കൊടുക്കാൻ പാടുള്ളൂ എന്ന് ജിന്ന പറഞ്ഞു. അത് ആരെതിർത്തു? വേവൽ പ്രഭു എതിർത്തു. മുസ്ലിം ലീഗിൽ അംഗത്വമില്ലാത്ത ഒരു മുസ്ലിമിനെ വൈസ്രോയുടെ കൗൺസിൽ അംഗത്വം നൽകരുതെന്ന് ജിന്നയുടെ ആവശ്യത്തെ വേവൽ പ്രഭു തള്ളിക്കളഞ്ഞു. അതായത് ഇത്രേ ഉള്ളൂ, മുസ്ലിം ലീഗിൽ അംഗത്വമുള്ള ആൾക്ക് മാത്രമേ ഈ പറഞ്ഞ വൈസ്രോയുടെ കൗൺസിലിലേക്ക് അംഗത്വം കൊടുക്കാൻ പാടുള്ളൂ. ഏത് മുസ്ലിം ആയിട്ടുള്ള ഒരാള് വൈസ്രോയുടെ കൗൺസിലിലേക്ക് വരികയാണെങ്കിൽ ആൾക്ക് എവിടെ അംഗത്വം വേണം? മുസ്ലിം ലീഗിൽ അംഗത്വം വേണം. അങ്ങനെ അംഗത്വം ഇല്ലാത്ത ഒരു മുസ്ലിമാണ് ഈ പറഞ്ഞ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് വരണേന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് ജിന്ന പറഞ്ഞു. പക്ഷെ ജിന്ന പറഞ്ഞ കാര്യം ആരെ എതിർത്തു? വേവൽ പ്രഭു തള്ളിക്കളഞ്ഞു. ഇനി കൗൺസിൽ അംഗങ്ങളെ തെരഞ്ഞെടുക്കാൻ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ നിന്ന് കോൺഗ്രസും മുസ്ലിം ലീഗും വിട്ടുനിന്നതോടെ ഈ പറഞ്ഞ സിംല കോൺഫറൻസ് അലസി പിരിഞ്ഞു. ഇവർക്ക് മനസ്സിലായി ഇങ്ങനെ ചർച്ചകളും അതും മാത്രം നടക്കുള്ളൂ, അപ്പൊ ഇവര് പറയണ ആവശ്യങ്ങളൊന്നും സമ്മതിക്കില്ല. അങ്ങനെ വേവൽ പ്ലാൻ പരാജയപ്പെട്ട് പോയി. ക്ലിയർ ആയോ? വേവൽ പ്ലാൻ കിട്ടിയാ? കുറച്ച് പോയിന്റ്സ് പഠിച്ചാൽ മതി. എന്നാ നിലവിൽ വന്നേ 1945. അതിനെയാണ് സിംല കോൺഫറൻസ് എന്ന് പറയുന്നത്. വേവൽ പ്രഭു ആണ് അത് പ്രപ്പോസ് ചെയ്തത്. പിന്നെ അത് തള്ളിപ്പോയി, പരാജയപ്പെട്ടു പോയി. അതിനധികം അങ്ങനെ ചോദിക്കാറില്ല. വേവൽ പ്ലാന് ഇതാണ് ആകെ ചോദിക്കാറ്, സിംല കോൺഫറൻസ് എന്നറിയപ്പെടുന്നത്. അതേപോലെ ഇതിന്റെ കാലഘട്ടം ക്രമീകരിക്കാൻ പറയുമ്പോ ഈ വേവൽ പ്ലാൻ ഒരു 4-5 എണ്ണം തരും. വേവൽ പ്ലാൻ, ജൂൺ 3 പ്ലാൻ, അങ്ങനെയൊക്കെ പറഞ്ഞ കുറച്ച് പദ്ധതികൾ തരും. പദ്ധതികളല്ല, ക്രിപ്സ് മിഷൻ, അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങൾ തരും. ക്യാബിനറ്റ് മിഷൻ, എന്നിട്ട് കാലഘടനാക്രമത്തില് റെഡിയാക്കാന്നും പറഞ്ഞു വർഷങ്ങൾ വെച്ചിട്ട് കാലഘടനാക്രമത്തിൽ എഴുതാനൊക്കെ പറയും. അപ്പൊ ഈ വേവൽ പ്ലാന്റെ വർഷമൊക്കെ അറിഞ്ഞിരിക്കുക കേട്ടോ. അടുത്തതാണ് ക്യാബിനറ്റ് മിഷൻ. 1946 വന്നതാണ് ക്യാബിനറ്റ് മിഷൻ. ഇനി ഇത് ക്ലമന്റ് ആറ്റ്ലി ആണ് ഇന്ത്യയിലേക്ക് അയച്ചത്. നേരത്തെ നമ്മള് ഒരു ക്രിപ്സ് മിഷൻ ആരയച്ചത്? ആരേലും പറഞ്ഞേ? ക്രിപ്സ് മിഷൻ ആരയച്ച ഇന്ത്യയിലേക്ക്? പറയൂ. സ്റ്റാഫോർഡ് ക്രിപ്സിനെ ആരാ അയച്ചേന്ന്? ഏത് പ്രധാനമന്ത്രി അയച്ചേ? വിൻസ്റ്റൺ ചർച്ചിലാണ് അയച്ചത്. ഇനി നമ്മൾ പറയണത് ക്യാബിനറ്റ് മിഷൻ. ഇമ്പോർട്ടന്റ് ആട്ടോ. ഈ പറഞ്ഞ ക്യാബിനറ്റ് മിഷനിലെ ഇന്ത്യയിലേക്ക് അയച്ച പ്രധാനമന്ത്രിയാണ് ക്ലമന്റ് ആറ്റ്ലി. അദ്ദേഹമാണ് ഇന്ത്യൻ നേതാക്കളുമായിട്ട് അധികാര കൈമാറ്റ ചർച്ചയൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ക്ലമന്റ് ആറ്റ്ലി ആണ് ഈ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ചത്. അപ്പൊ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് 1946 മാർച്ച് 23-ാം തീയതിയാണ്. ഇത് ഇവർക്ക് ഇങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് അത്രയും പ്രഷർ വന്നിട്ടാണ് ഇവർ ഈ ഓരോന്ന് മിഷന്, ക്യാബിനറ്റ് മിഷൻ ഇങ്ങനെ നിക്കക്കള്ളി ഇല്ലാണ്ടൊക്കെ സമ്മതിക്കണതാണ് ഓരോ കാര്യങ്ങൾ. പിന്നെ ഈ സെക്കൻഡ് വേൾഡ് വാറിന്റെ ടൈമാണ് അങ്ങനെ ഉണ്ടായ പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇത് ഇങ്ങനെ അധികാരം കൈമാറ്റം ചെയ്യാമെന്ന ഒരു ലെവലിലേക്കൊക്കെ എത്തിയത്. അപ്പൊ ഇന്ത്യൻ നേതാക്കളുമായിട്ട് അധികാര കൈമാറ്റ ചർച്ച നടത്താന്നൊക്കെ പറഞ്ഞിട്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ക്ലമന്റ് ആറ്റ്ലി അയച്ച മിഷനാണ് ക്യാബിനറ്റ് മിഷൻ. ആ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വന്നത് 1946 മാർച്ച് 23-ാം തീയതി കറാച്ചിയിലെത്തി. പിന്നെ 24-ാം തീയതി ഡൽഹിയിൽ പിറ്റേ ദിവസം വന്നു. ഈ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോ വൈസ്രോയ് ആയിരുന്നത് വേവൽ പ്രഭു ആണ്. നമ്മൾ പറഞ്ഞു വേവൽ പ്ലാൻ 45 നടന്നു. അപ്പൊ ആ സമയത്ത് ഒക്കെ ഈ ക്യാബിനറ്റ് മിഷന്റെ സമയത്തൊക്കെ വേവൽ പ്രഭു ആയിരുന്നു ഇതിന്റെ ഇവിടത്തെ വൈസ്രോയ്. അപ്പൊ ഈ ക്യാബിനറ്റ് ഇതിലെ കുറച്ച് തുടക്കത്തില് ഈ വൈസ്രോയി ഒക്കെ മാറിയ എങ്ങനെയാണ് വൈസ്രോയി, ഗവർണർ ജനറൽ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. അത് എടുത്താലേ അതിന്റെ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ അത് പേരൊക്കെ മാറുന്നുണ്ട്. വൈസ്രോയി ആയില്ലായിരുന്നു ആദ്യം. ഓക്കെ, ഗവർണർ ജനറൽ ഒക്കെ ആയിരുന്നു.
ഓക്കെ, അത് നമുക്ക് പിന്നീട് എടുക്കുമ്പോൾ പറയാം. അപ്പൊ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളാണ് പെറ്റ്വിക് ലോറസ്, അതേപോലെ തന്നെ സ്റ്റഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. ഓക്കെ, അതിന്റെ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ അത് പെറ്റ്വിക് ലോറൻസ് ആണ് കേട്ടോ. അപ്പൊ ഈ ക്യാബിനറ്റ് മിഷനിലെ 3 അംഗങ്ങൾ എപ്പോഴും ചോദിക്കണതാണ്. ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങളാണ്. ക്ലമന്റ് ആറ്റ്ലി ആണ് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച വർഷം 46-ലാണ്. അപ്പൊ ഈ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളാണ് പെറ്റ്വിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. ഈ 3 പേരാണ് ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളായിരുന്നത്. പെറ്റ്വിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. ഈ ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ ആയിരുന്നു പെറ്റ്വിക് ലോറൻസ്. ഇനി ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പ്രസിദ്ധീകരിച്ചത്, അവരുടെ മിഷൻ പ്ലാൻ എന്താണെന്ന് പ്രസിദ്ധീകരിച്ചത് 46 മെയ് 16 ഇനി ഈ ക്യാബിനറ്റ് മിഷനുമായിട്ട് ചർച്ച നടത്തിയ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആണ് മൗലാന അബുൽ കലാം ആസാദ്. ഇനി ഈ ക്യാബിനറ്റ് മിഷൻ ഇപ്പൊ നമ്മൾ പറഞ്ഞു, ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചത് ക്ലമന്റ് ആറ്റ്ലി ആണ്. ഇന്ത്യൻ നേതാക്കളുമായിട്ട് അധികാര കൈമാറ്റ ചർച്ച നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ക്ലമന്റ് ആറ്റ്ലി ഇന്ത്യയിലേക്ക് ക്യാബിനറ്റ് മിഷനെ അയച്ചത്. 1946 മാർച്ച് 23 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. 23 കറാച്ചിയിലെത്തി, 24 ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഇതിൽ ഡൽഹിയിൽ എത്തിയ ഡേറ്റ് അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തുമ്പോ വേവൽ പ്രഭു ആണ് വൈസ്രോയ്. ഇത് എന്ന ഇന്ത്യയിലേക്ക് എത്തിയെന്ന് ചോദിച്ചിട്ടുണ്ട്. സെപ്പറേറ്റ് ഡൽഹിയിൽ എത്തിയ ഡേറ്റും ചോദിച്ചിട്ടുണ്ട്. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളാണ് പെറ്റ്വിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ പെറ്റ്വിക് ലോറൻസ് ആണ്. ആ ക്യാബിനറ്റ് മിഷന്റെ പ്ലാൻ പ്രസിദ്ധീകരിച്ചത് 46 മെയ് 16. പിന്നെ മൗലാന അബുൽ കലാം ആസാദ് ആണ് ചർച്ച നടത്തിയത് ക്യാബിനറ്റ് മിഷനുമായിട്ട്. അതിലെ പ്രധാനപ്പെട്ട ശുപാർശകളാണ്: ഇടക്കാല ദേശീയ ഗവൺമെന്റ് രൂപീകരിക്കുക, ഭരണഘടന തയ്യാറാക്കാൻ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ സ്ഥാപിക്കുക. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന രൂപീകരിച്ച് എന്നൊക്കെ നമ്മൾ പറയണ്ട, ഡേറ്റ് ഒക്കെ പറയും. അപ്പോ ഇതൊക്കെ ഈ ക്യാബിനറ്റ് മിഷന്റെ പ്രധാനപ്പെട്ട നിർദ്ദേശം കൊണ്ടാണ് ഈ പറഞ്ഞ ഭരണഘടന തയ്യാറാക്കാൻ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണമായത് ആരാണെന്ന് ചോദിച്ചാൽ അത് ക്യാബിനറ്റ് മിഷൻകാരനാണ് കേട്ടോ. അപ്പൊ ഈ ക്യാബിനറ്റ് മിഷന്റെ റെക്കമെൻഡേഷൻ വഴിയാണ് നമ്മൾ ഈ പറഞ്ഞ ഭരണഘടനാ നിർമ്മാണ സഭയൊക്കെ രൂപീകരിച്ചത്. ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 17 മലയാളികളുണ്ട്. അതില് 3 പേര് വനിതകൾ ഉണ്ടായിരുന്നു. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, അതേപോലെ തന്നെ ആനി മസ്ക്ലിൻ. ജസ്റ്റ് പറഞ്ഞോന്നുള്ളൂ. അപ്പൊ ഇടക്കാല ദേശീയ ഗവൺമെന്റ് രൂപീകരിക്കുക, ഭരണഘടന തയ്യാറാക്കാൻ ഒരു ഭരണഘടന നിർമ്മാണ സഭ സ്ഥാപിക്കുക, ഇനി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക. ഇതാണ് ക്യാബിനറ്റ് മിഷന്റെ അടുത്ത് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. അപ്പൊ ഇടക്കാല ദേശീയ ഗവൺമെന്റ് രൂപീകരിക്കുക, ഭരണഘടന തയ്യാറാക്കാൻ ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കുക, അതേപോലെ തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എത്രയും വേഗം നടത്തുക. ഇനി ഈ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശം അനുസരിച്ച് ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിച്ചു. ഡേറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. 1946 സെപ്റ്റംബർ 2 നമ്മളിപ്പോ പറഞ്ഞ ഈ നിർദ്ദേശം അനുസരിച്ച് ഒരു ഇടക്കാല ഗവൺമെന്റിനെ നിയോഗിച്ചത്. ഇനി അതിന്റെ ആൾക്കാരൊക്കെ ആരാണെന്നൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കും കേട്ടോ. ഞാൻ അത്ര വാസ്റ്റ് ആയിട്ട് പോണില്ല. 1946 സെപ്റ്റംബർ 2 ഈ പറഞ്ഞ ഇടക്കാല ഗവൺമെന്റ് രൂപീകരിച്ചത്. നമ്മൾ പറഞ്ഞു റിപ്പോർട്ട് മെയ് 16 വെച്ചത്. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഈ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതമായത്. ഓക്കെ, അപ്പൊ 1946 ഡിസംബർ 6 രൂപീകൃതമായി എന്നൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായി. ആദ്യ സമ്മേളനം നടന്ന ഡിസംബർ 9 അന്ന് താൽക്കാലിക അധ്യക്ഷനായിട്ട് സച്ചിദാനന്ദ സിൻഹയെ തെരഞ്ഞെടുത്തു. പിന്നെ 11 സ്ഥിര അധ്യക്ഷനായിട്ട് രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുത്തു. അതൊക്കെ നമ്മൾ ഇനി കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് പഠിക്കും കേട്ടോ. അപ്പൊ ഈ ഇടക്കാല ഗവൺമെന്റിന്റെ പ്രസിഡന്റ് വേവൽ പ്രഭു ആയിരുന്നു, വൈസ് പ്രസിഡന്റ് നെഹ്റു ആയിരുന്നു. അപ്പൊ നമ്മുടെ ഈ നിർദ്ദേശം അനുസരിച്ച് ഒരു ഇടക്കാല ഗവൺമെന്റ് ഫോം ചെയ്തു. അത് 1946 സെപ്റ്റംബർ 2 ആയിരുന്നു. ആ ഇടക്കാല ഗവൺമെന്റിന്റെ
പ്രസിഡന്റ് ആണ് വേവൽ പ്രഭു. ഈ ഇടക്കാല ഗവൺമെന്റിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ജവഹർലാൽ നെഹ്റു. ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയോ? മനസ്സിലായോ? ഈ ക്യാബിനറ്റ് മിഷൻ വന്ന ആ ചർച്ചയായിട്ടാണ് ഇന്ത്യക്ക് ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കാം, ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാം എന്നൊക്കെ ഒരു തീരുമാനത്തിലെത്തിയത്. അപ്പൊ ഇതിലാണ് പറയണത് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുക, അതേപോലെ തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക എന്നൊക്കെ പറഞ്ഞത് ഈ പറഞ്ഞ ഇതിലാണ്. അപ്പൊ അതനുസരിച്ച് നമ്മളൊരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. പിന്നെ ബാക്കി പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കയറിപ്പോ. ഓക്കെ ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇത് നിങ്ങൾ പറഞ്ഞേ, അറിയണവര് പറ. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ പറഞ്ഞേ. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങള് സ്റ്റെഫേർഡ് ക്രിപ്സ്, ഫ്രിഡ്രിക് ലോറൻസ്, എ.വി. അലക്സാണ്ടർ. 3 പേരാണ് ക്യാബിനറ്റ് മിഷന്റെ അംഗങ്ങളായിരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണം ഈ പറഞ്ഞ ക്യാബിനറ്റ് മിഷൻ ആണ് കേട്ടോ. ഈ അടുത്ത കാലത്തുണ്ടായ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട്. ഈ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായ ദൗത്യം അല്ലെങ്കിൽ മിഷൻ ഏതാന്ന്. അത് ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരമാണ് ഈ പറഞ്ഞ ഇന്ത്യക്ക് ഒരു ഭരണഘടന നിർമ്മാണ സഭ ഫോം ചെയ്തത്. അത് 1946 ഡിസംബർ 6-ാം തീയതിയാണ് രൂപീകൃതമായത് കേട്ടോ. ഓക്കെ, ഈ പറഞ്ഞ 46 ഡിസംബർ 6-ാം തീയതി രൂപീകൃതമായി നമ്മുടെ ഈ ഭരണഘടനാ നിർമ്മാണ സഭ. എന്നിട്ട് അതിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നതാണ് ഡിസംബർ 9-ാം തീയതി എന്നുള്ള ഡേറ്റ് നമ്മൾ പഠിക്കേണ്ടത്. 1946 ഡിസംബർ 9 എന്നുള്ള ഡേറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികള്. ഓപ്ഷൻ 1 മൗണ്ട് ബാറ്റൺ പ്രഭു. ശരിയോ തെറ്റോ? ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ. മൗണ്ട് ബാറ്റൺ പ്രഭു അംഗമായിരുന്നോ? അല്ല. ഇർവിൻ പ്രഭു? അല്ല. എ.വി. അലക്സാണ്ടർ? അതെ. സ്റ്റഫേർഡ് ക്രിപ്സ്? അതെ. ഓക്കെ, ബാക്കിയുള്ളവരൊന്നും പറയണില്ലല്ലോ. 1-2 പേരാണല്ലോ മെസ്സേജ് വരുന്നുള്ളൂ. ബാക്കിയുള്ളവരെന്താ ഒന്നും അനങ്ങാണ്ടിരിക്കണേ? ഞാൻ നിങ്ങളോട് ഈ പഠിക്കുമ്പോ തന്നെ ക്വസ്റ്റ്യൻ പറഞ്ഞു കേട്ട് എനിക്കറിയാം വലിയ ഉപകാരമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ കിട്ടുന്നു. പക്ഷെ എന്നാലും ഞാൻ പറയണത് നിങ്ങൾ ഓർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുന്നുണ്ടെന്നെങ്കിലും അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ടാ. ലാസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ പറയാനിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് പേര് ലെഫ്റ്റ് അടിച്ചു പോകും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ അത് കഴിയുമ്പോ തന്നെ അതിന്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻ പറയണത്. ഓക്കെ, ഇത് ക്ലിയർ ആയോ? ക്യാബിനറ്റ് മിഷൻ കിട്ടിയാ? ക്യാബിനറ്റ് മിഷൻ എന്നാ ഇന്ത്യയിലെത്തിയത്? പറഞ്ഞേ, ക്യാബിനറ്റ് മിഷൻ എന്നാ ഇന്ത്യയിലെത്തിയേ? ക്യാബിനറ്റ് മിഷൻ 1946 മാർച്ച് 23. ബാക്കിയുള്ളവർക്ക് കിട്ടോ? ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് 1946 മാർച്ച് 23-ാം തീയതി കേട്ടോ. എവിടെയാ എത്തിയേ? അതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത്. ഇന്ത്യയിൽ എവിടെയായിട്ടാണ് ക്യാബിനറ്റ് മിഷൻ ആദ്യം എത്തിയത്? എവിടെ എത്തിയേ? കറാച്ചിയിൽ കേട്ടോ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഡൽഹിയിലും എത്തി. ഓക്കെ, ആരുമായിട്ടാ ചർച്ച നടത്തിയേ? ഏത് കോൺഗ്രസ് പ്രസിഡന്റുമായിട്ടാ? ആദ്യം കറാച്ചിയിലെത്തി. ക്യാബിനറ്റ് മിഷൻ ആദ്യം എത്തിയത് കറാച്ചിയിലാണ്. അത് കഴിഞ്ഞ് മാർച്ച് 23-ാം തീയതി കറാച്ചിയിൽ എത്തി. 24-ാം തീയതിയാണ് ന്യൂഡൽഹിയിൽ എത്തിയത് കേട്ടോ. ഇനി ഏത് കോൺഗ്രസ് പ്രസിഡന്റുമായിട്ടാണ് ക്യാബിനറ്റ് മിഷൻ ചർച്ച നടത്തിയത്? പറയൂ, ആരുമായിട്ടാ ചർച്ച നടത്തിയേ? മൗലാന അബുൽ കലാം ആസാദ് കേട്ടാ.
ഇനി അടുത്തതാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ പോവാണ്. അപ്പൊ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 വന്നത്. 1947 ഫെബ്രുവരി 20 ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലമന്റ് ആറ്റ്ലി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം 1948 ജൂൺ 30 അവസാനിക്കും എന്ന് പ്രഖ്യാപിച്ചു. ഓക്കെ, അപ്പൊ ഫെബ്രുവരി 20 1947 ഫെബ്രുവരി 20 ക്ലമന്റ് ആറ്റ്ലി ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് നടത്തി. 1948 ജൂൺ 30 നമ്മുടെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം അവസാനിക്കും എന്നൊരു ഒരു അനൗൺസ്മെന്റ് നടത്തി. അപ്പൊ ഇതേ തുടർന്ന് മുസ്ലിം ലീഗ് എന്ത് പറഞ്ഞു? ഉടനെ അടുത്ത ആവശ്യം കൊണ്ടുവന്നു, ഒരു സ്വതന്ത്ര രാജ്യം വേണം എന്നൊരു അവകാശവാദവുമായിട്ട് മുന്നോട്ട് വന്നു. ഓക്കെ, അപ്പൊ മുസ്ലിം ലീഗ് ഒരു സ്വതന്ത്ര രാജ്യം വേണമെന്ന അവകാശമായിട്ടും വന്നു. അപ്പൊ ഇന്ത്യ വിഭജനത്തിന്റെ ഭാഗമായിട്ട് മൗണ്ട് ബാറ്റൻ പദ്ധതി രൂപീകരിച്ചത്. അപ്പൊ ഇന്ത്യ വിഭജിക്കേണ്ട ഒരു കണ്ടീഷൻ എത്തി എന്ന് മനസ്സിലായി. അങ്ങനെ വന്ന പദ്ധതിയാണ്. അപ്പൊ ഇന്ത്യ വിഭജനത്തെ പറ്റി അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും അതിനെ പറ്റിയുള്ള വ്യക്തത വരുത്താനുള്ള പദ്ധതിയാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി. അതാണ് 1947 ജൂൺ 3 പദ്ധതി എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ മൗണ്ട് ബാറ്റൻ പദ്ധതിനെയാണ്. അപ്പൊ ക്ലമന്റ് ആറ്റ്ലി ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് നടത്തി. 1947 അനൗൺസ് ചെയ്തു 48 ജൂൺ 30 ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ അവസാനിക്കുമെന്ന്. പക്ഷെ അപ്പൊ ഈ മുസ്ലിം ലീഗ് പറഞ്ഞു സ്വതന്ത്ര രാജ്യം വേണം എന്ന അവകാശവാദമായിട്ട് വന്നു. അപ്പൊ ഇന്ത്യ വിഭജനത്തിന്റെ പദ്ധതി രൂപീകരിച്ചത് മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരമാണ്. 1947 ജൂൺ 3. ഈ ഡേറ്റ് ഇമ്പോർട്ടന്റ് ആട്ടോ. 1947 ജൂൺ 3 എന്നുള്ള ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഈ മൗണ്ട് ബാറ്റൻ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ഒന്ന് ഞാൻ പറഞ്ഞ ജൂൺ 3 പദ്ധതി, ജൂൺ 3 പ്ലാൻ, അതേപോലെ തന്നെ ബാൽക്കൻ പ്ലാൻ, ഡിക്കി ബേർഡ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞ പ്ലാൻ അറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൻ പ്ലാൻ ആണ്. 1947 ജൂൺ 3 മൗണ്ട് ബാറ്റൻ പദ്ധതി വന്നത്. 1947 ജൂൺ 3. ഇനി അവസാനം ഈ പദ്ധതിനെ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും അംഗീകരിക്കേണ്ടി വന്നു. അത്രയും പ്രശ്നങ്ങളും പ്രഷറുകളും ഉണ്ടായിരുന്നു. അതിന്റെ ഹിസ്റ്ററി ഞാൻ പോണില്ല. അപ്പൊ അത്രയും ഡിവൈഡ് ചെയ്യാണ്ട് വേറെ നിവർത്തി ഇല്ല എന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോ കോൺഗ്രസ് അത് അംഗീകരിച്ചു. മുസ്ലിം ലീഗിന് പിന്നെ താല്പര്യമായിരുന്നല്ലോ. ഇനി ഈ മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരം നിലവിൽ വന്ന ആക്ട് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ അവസാനത്തെ നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. ഇന്ത്യ വിഭജനത്തിന് ശേഷം ഇന്ത്യ അതേപോലെ തന്നെ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ രൂപീകരണത്തിനൊക്കെ ഈ നിയമം കാരണമായി. ഇതാണ് ഈ പറഞ്ഞ മൗണ്ട് ബാറ്റൻ പദ്ധതി. അത് വിഭജിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പ്ലാൻ ഒക്കെ പറഞ്ഞ ഒരു പദ്ധതിയാണ് ഈ പറഞ്ഞ മൗണ്ട് ബാറ്റൻ പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വിഭജിച്ച ശേഷം ഒരുപാട് അത് സ്വതന്ത്രാനന്തര ഇന്ത്യ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് ഞാൻ പറഞ്ഞോണ്ടോന്ന് എനിക്കറിയില്ല. ഈ പറഞ്ഞ ഇന്ത്യനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഒരുപാട് പേര് അവിടെ നിന്ന് ഇങ്ങോട്ട് പലായനം ചെയ്യേണ്ടി വന്നു, ഇവിടെ നിന്ന് അങ്ങോട്ട് പലായനം ചെയ്യേണ്ടി വന്നു. ഒരുപാട് വർഗീയ ആക്രമണങ്ങളൊക്കെ നടക്കേണ്ടി വന്നു. നമ്മൾ ഈ വിചാരിക്കണ പോലെ അത്ര സിമ്പിൾ ആയിരുന്നില്ല. ഇന്ത്യ സാമ്പത്തികമായിട്ടായാലും അല്ലാണ്ട് നമ്മുടെ ഈ പറഞ്ഞ എല്ലാ രീതിയിലും നല്ല ഒരു പ്രതിസന്ധി. പിന്നെ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കുന്ന സമയം കുറെ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേരില്ല എന്ന് പറഞ്ഞ് നിൽക്കും. അങ്ങനെ നിന്നിരുന്നവരുണ്ട്. അപ്പൊ പട്ടേലും VP മേനോനും ഒക്കെ കൂടിയിട്ടാണ് ഈ പറഞ്ഞ നാട്ടുരാജ്യങ്ങളുടെയൊക്കെ സംയോജനം നടത്തിയത്. അങ്ങനെ ഒരുപാട് പ്രതിസന്ധിയുടെ നടുവിലാണ് ഇന്ത്യ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പിന്നെ രണ്ടായിട്ട് വിഭജിച്ചു കഴിഞ്ഞിട്ട് ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാഷ്ട്രം വന്നു. അതിനെ ഈ പറഞ്ഞ നാട്ടുരാജ്യങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ പല രീതിയിലൊക്കെ ഈ പറഞ്ഞ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനൊക്കെ കുറെ പരിശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ VP മേനോനും അതേപോലെ തന്നെ പട്ടേലും കൂടിയിട്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആണോ? 2-3 ക്വസ്റ്റ്യനും കൂടി നോക്കാം. ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ കാര്യങ്ങൾ ഞാൻ പറയാം. പോയിന്റ്സ് വേണമെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്താൽ മതി. ഓക്കെ, പറയട്ടെ. ഗാന്ധിജിയുടെ കുറച്ച് ക്വസ്റ്റ്യൻ പറയാം.
മഹാത്മാഗാന്ധിജിയെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് കേട്ടോ. ഗാന്ധിജി ജനിച്ചത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു. ശരിയോ തെറ്റോ അറിയോ നിങ്ങക്ക്? ഗാന്ധിജിയുടെ വർഷം അറിയോ? ജനിച്ച വർഷം? ശരിയാണോ? ശരിയാണ് കേട്ടോ. ഗാന്ധിജി ജനിച്ചത് അറിയാത്തവര് പഠിക്കുക 1869 ഒക്ടോബർ 2. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ചെയ്തുകൊണ്ട് എല്ലാവർക്കും കിട്ടും. വർഷം 1869 കേട്ടോ. 1869 ഗാന്ധിജി ജനിച്ചത് ഗുജറാത്തിലെ പോർബന്തറിൽ. അടുത്ത സ്റ്റേറ്റ്മെന്റ് 1915 ജനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തി. ശരിയോ തെറ്റോ? 1915 ജനുവരി 9. പറയൂ. ശരിയാണ് കേട്ടോ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയില് എന്താ പറയൂ, ദാദാ അബ്ദുള്ള എന്ന് പറഞ്ഞ ഒരു ഗുജറാത്തി വ്യാപാരിയുടെ കേസ് വാദിക്കാൻ വേണ്ടിയിട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത്. ഓക്കെ, ദാദാ അബ്ദുള്ള എന്ന് പറഞ്ഞ ഒരു ഗുജറാത്തി വ്യാപാരിയുടെ കേസ് വാദിക്കാൻ വേണ്ടിയിട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത്. അപ്പൊ ദക്ഷിണാഫ്രിക്കയിൽ പോയ ഗാന്ധിജി അവിടെ വെച്ചിട്ടാണ് അവിടുത്തെ ആ ഒരു പ്രവർത്തനങ്ങൾക്കാണ് ഈ കൈസർ ഹിന്ദ് പദവിയൊക്കെ കിട്ടിയത് ഗാന്ധിജിക്ക്. അപ്പൊ ഈ പറഞ്ഞ ദാദാ അബ്ദുള്ള എന്ന് പറഞ്ഞ ഗുജറാത്തി വ്യാപാരിയുടെ കേസ് വാദിക്കാൻ ദക്ഷിണാഫ്രിക്കയിൽ പോയിട്ട് തിരിച്ച് ഇന്ത്യയിലെത്തിയ ഡേറ്റ് ആണ് 1915 ജനുവരി 9 കേട്ടോ. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെന്റ് ഇത് എപ്പോഴും ചോദിക്കേണ്ടതാണ്, എവിടെയെങ്കിലും നോട്ട് ചെയ്യുക. സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ശരിയോ തെറ്റോ നിങ്ങൾ പറയണേ. സുരേന്ദ്രനാഥ ബാനർജിയെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായി കണക്കാക്കുന്നു. ട്രൂ ഓർ ഫോൾസ്? ആരാ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു? ഫോൾസ് ആണെങ്കിൽ എന്റെ ആൻസർ പറ. ആരാ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു? അറിയോ? ആർക്കെങ്കിലും അറിയോ? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് കേട്ടോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരു. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? എഴുതി വെച്ചോളൂ കേട്ടോ. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. അദ്ദേഹം 1869 ഒക്ടോബർ 2 ജനിച്ചു ഗുജറാത്തിലെ പോർബന്തറിൽ. അതേപോലെ തന്നെ 1915 ജനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തി കേട്ടോ. ആ ജനുവരി 9 പ്രവാസി ഭാരത ദിവസമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരു ഞാൻ പറഞ്ഞു ഗോപാലകൃഷ്ണ ഗോഖല. ഇനി മഹാത്മാഗാന്ധി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? കിട്ടോ? മഹാത്മാഗാന്ധി തന്റെ ഓപ്ഷൻ തരാം, നിങ്ങൾ ആൻസർ പറയണേ. ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ്, ഓപ്ഷൻ ബി ഗോപാലകൃഷ്ണ ഗോഖലെ, ഓപ്ഷൻ സി നെഹ്റു, ഓപ്ഷൻ ഡി പട്ടേല്, സർദാർ വല്ലഭായ് പട്ടേല്. ആരാണ് ഗാന്ധിജി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത്? ആരെയാണ് ഗാന്ധിജി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായിട്ട് പ്രഖ്യാപിച്ചത്? പട്ടേലിനല്ല കേട്ടോ, നെഹ്റുവിനെയാണ് കേട്ടോ. നെഹ്റുവിനെയാണ് ഗാന്ധിജി തന്റെ രാഷ്ട്രീയ പിൻഗാമി കേട്ടോ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരു ആരാന്ന് ചോദിച്ചാൽ അത് ഗോപാലകൃഷ്ണ ഗോഖലെ. രാഷ്ട്രീയ പിൻഗാമി ഗാന്ധിജിയുടെ നെഹ്റു ആണ് കേട്ടോ. പിന്നെ ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി ആരാന്ന് ചോദിച്ചാൽ അത് വിനോബ ഭാവെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആത്മീയ പിൻഗാമി വിനോബ ഭാവെ, പക്ഷെ രാഷ്ട്രീയ പിൻഗാമി നെഹ്റു ആണ് കേട്ടോ. പിന്നെ ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് രാജഗോപാലാചാരിയാണ് കേട്ടോ. സി രാജഗോപാലാചാരി. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, 9th താലീം എന്ന് പറഞ്ഞൊരു സംഭവം. ഓക്കെ, ഇല്ലെങ്കിൽ ഞാൻ ഇതിന്റെ നോട്ട് ഇടാം കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. ഗാന്ധിജി മുന്നോട്ട് വെച്ച 9th താലീം, അതായത് നൂതന വിദ്യാഭ്യാസ പദ്ധതിയുമായിട്ട് ബന്ധമില്ലാത്തത് ഏത് എന്നാണ് കേട്ടോ.
ഓപ്ഷൻ 1 സ്റ്റേറ്റ്മെന്റ് ശരിയോ തെറ്റോ എന്ന് പറയണം. പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി. ശരിയോ തെറ്റോ? പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി. പാശ്ചാത്യ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ആണ്. പാശ്ചാത്യ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി. തെറ്റാണ് കേട്ടോ. പാശ്ചാത്യ വിദ്യാഭ്യാസത്തിനല്ല ഊന്നൽ നൽകിയത്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, വിദ്യാഭ്യാസം ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം. ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയാണ് നയിൻ താലിം, നൂതന വിദ്യാഭ്യാസം. അതിന്റെ അതുമായിട്ട് ബന്ധമുള്ളത് ഏതാണെന്നാണ് ഈ ചോദിക്കണേ. വിദ്യാഭ്യാസം ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായിട്ട് ബന്ധപ്പെടുത്തി വേണം. ശരിയോ തെറ്റോ? ശരിയാണ്. ശരിയാണ് കേട്ടോ. ഗാന്ധിജി പ്രപ്പോസ് ചെയ്ത നയിൻ താലിം അല്ലെങ്കിൽ നൂതന വിദ്യാഭ്യാസത്തിൽ പറയണത് വിദ്യാഭ്യാസം ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായിട്ട് ബന്ധപ്പെടുത്തി വേണം. അടുത്ത ഓപ്ഷൻ, 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം. ശരിയാട്ടോ. ഇത് തെറ്റിക്കും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ നമ്മൾ പറയുമ്പോ 6 മുതൽ 14 വയസ്സ് വരെ എന്നാണ് പറയണത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം എന്നാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുമ്പോൾ പറയാ. പക്ഷെ ഗാന്ധിജി മുന്നോട്ട് വെച്ച നയിൻ താലിം എന്ന ഇതിൽ പറയണത് 8 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം വേണമെന്നാണ് കേട്ടോ. വയസ്സ് കണക്ക് ശ്രദ്ധിച്ചോളൂ. ഗാന്ധിജിയുടെ 8 മുതൽ 14 വയസ്സ് വരെയാണ്. നമ്മൾ അല്ലാണ്ട് പഠിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ 6 മുതൽ 14 വരെയാണ് കേട്ടോ. ഇനി അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ പദ്ധതിയുടെ വേറെ പേരാണ് വാർധ പദ്ധതി. അത് ഞാൻ പറഞ്ഞിരുന്നു തോന്നുന്നു. 1937 വാർധ പദ്ധതി കേട്ടോ. പിന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു ഇതാണ് 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മാതൃഭാഷയിൽ നൽകണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് കേട്ടോ. അവനവന്റെ ലാംഗ്വേജിൽ നൽകണം, മാതൃഭാഷയിൽ നൽകണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അദ്ദേഹത്തിന്റെ പത്നിയുടെ പേര് അറിയില്ലേ? ഗാന്ധിജിയുടെ ഭാര്യയുടെ പേര് കസ്തൂർബ ഗാന്ധി കേട്ടോ. പിതാവിന്റെ പേര് കരംചന്ദ് ഗാന്ധി. മാതാവിന്റെ പേര് പുത്ലിബായി. എല്ലാവർക്കും അറിയണ കാര്യം തോന്നുന്നു. ഓക്കെ. പിന്നെ നമ്മുടെ അദ്ദേഹത്തിന്റെ പത്രങ്ങൾ പറഞ്ഞിട്ടുണ്ടായി നവജീവൻ, യങ് ഇന്ത്യ. പിന്നെ നമ്മൾ ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് ഒക്കെ തുടക്കത്തിലേക്ക് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മള് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജിയും ആയിട്ടുള്ള ഭാഗങ്ങളിൽ പഠിക്കേണ്ടത് കേട്ടോ. ഇതില് ഒന്നുപോലും വിടാനില്ല. ഞാൻ മാക്സിമം കട്ട് ചെയ്തിട്ടാണ് പോയിന്റ്സ് ഇട്ടേക്കണേ. ഇത് ഒക്കെ ചോദിച്ചേക്കണ പോയിന്റ്സുകൾ തന്നെയാണ് ഇട്ടേക്കണത് കേട്ടോ. അപ്പൊ നമുക്ക് നിർത്താം. Thank you.